everyone, welcome back to Just Gushing. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇതൊരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നലെ വരെ എനിക്ക് സെമസ്റ്റർ എക്സാം ആയിരുന്നു. സെമസ്റ്റർ 2 കഴിഞ്ഞു. അതായത് എൻ്റെ ഒരു വർഷം മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ഇൻ ജാമിയ മിലിയ ഇസ്ലാമിയിൽ ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഇനി മിക്കവാറും ഓഗസ്റ്റിലേക്ക് വരുന്നുണ്ടാവുക. അവിടെ ഡൽഹിയിൽ ഭയങ്കര ചൂടാണ്. ഒരു വൃത്തികെട്ട ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇടയ്ക്ക് ഒരു 4th ഫ്ലോർ ഇരുന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, ഫുൾ വേർത്തിട്ടുള്ള ഒരു മുഖമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരുന്നു, ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതാണ്. ആക്ച്വലി ഇതൊരു ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ള, അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ ഇതിൽ എന്താ പറയേണ്ടത് എന്നൊന്നും ഞാൻ ഒരു വട്ടം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗോയിങ് ബാക്ക് ടു മൈ ലൈഫ് ആൻഡ് ഹൗ വാസ് ഇറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് 22 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 22 വർഷം എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മൊമെന്റ് വരെ അൽഹംദുലില്ലാ ഐ എം സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. ഞാൻ എൻ്റെ ഒരു ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മനോഹരമാക്കാൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ മനുഷ്യന്മാർക്കൊരു വലിയ പങ്ക് തന്നെ ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ ഡൽഹിയിൽ ഇരിക്കുന്നത് പോലും ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല. ഞാൻ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, പക്ഷെ നടക്കാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളും മനോഹരമായ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും ഇതുവരെ എനിക്ക് കിട്ടിയത് വെച്ചിട്ട് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വിഷസ് എനിക്ക് കിട്ടി. എന്നെ ഒല്ലി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒല്ലി എൻ്റെ ഒരു ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവര് ഇംഗ്ലണ്ടിലെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. അപ്പൊ അവര് നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഒരു വിഷ്. ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ എൻ്റെ അണ്ണൻ വിഷ് ചെയ്തു. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വിഷ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് 22 വയസ്സായില്ലേ, ഐ ആം അഡൽട്ടിങ്. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വർഷം കൂടി കഴിഞ്ഞാൽ എൻ്റെ ഒരു പഠനം എന്നുള്ള ഒരു ലൈഫ് മേ ബി കഴിയായിരിക്കും. ചിലപ്പോൾ മേ ബി ഞാൻ തുടരായിരിക്കും. മിക്കവാറും എനിക്ക് ജോബ് ചെയ്യാനാണ് താല്പര്യം. കാരണം വി ഓൾ നീഡ് മണി ടു ബി ഇൻ അവർ ഓൺ ഫീറ്റ് എന്നൊക്കെ പറയില്ലേ. നമ്മുടെ കാര്യങ്ങൾ നോക്കി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരാ എന്നുള്ളത് തന്നെയാണ് ഒരു അടുത്ത വർഷത്തേക്കുള്ള എൻ്റെ ഗോൾ എന്ന് തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇതില്ലേ, ഇതെനിക്ക് സിയാന ഗിഫ്റ്റ് എന്നാണ്. സിയാന എൻ്റെ സ്കൂൾ തൊട്ടിട്ടുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ സിയാൻ എനിക്ക് ഗിഫ്റ്റ് എന്ന ഇതാണ് ഈ ഒരു ഇത്. ഞാൻ എപ്പോഴും ഇത് ഇടലൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇത് ഇന്ന് ഇടണമെന്ന് തോന്നി. 22 വയസ്സ് തികഞ്ഞ ഈ ഒരു വേളയിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കുകയാണെങ്കിൽ, എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് നൗ, എവറിത്തിങ് ഐ ഹാവ് ഗോട്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എന്തൊക്കെ ഒരു കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അതിലൊരു ചെറിയ പങ്ക് എന്റെ ചുറ്റുള്ള ആൾക്കാർ എന്നെ കുറെ രീതിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ തീർച്ചയായിട്ടും ഒരു പങ്ക് എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഉള്ളതാ. ഇറ്റ്സ് മൈൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഉറക്കം ഒഴിച്ച് പഠിച്ച രാത്രികൾ, എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താണെങ്കിലും, ഞാൻ +2 എക്സാം എല്ലാം ഫ്രം ദ വെരി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഈ ഒരു സ്കൂളിങ് കഴിഞ്ഞ് ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ഐ സർവൈവ്ഡ് അല്ലേ. അപ്പൊ അതിലൊരു വലിയ പങ്ക് എനിക്കുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. അത് പറയാൻ ഒരു ഷൈ അല്ലെങ്കിൽ അതൊരു കുറച്ചിലായി ഞാൻ കാണുന്നില്ല. അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ജീവിതത്തിൽ തളർന്നു പോയ കുറേ നിമിഷങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു. അത് ഈ ഒരു 2024 ആ ഒരു ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഡൽഹിയിൽ പോയിട്ട് എനിക്ക് സൂപ്പറാല്ലേ, വ്ളോഗിങ് ഒക്കെ ചെയ്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര അടിച്ചുപൊളിയാണ്, ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ അടിച്ചുപൊളിയും ഹാപ്പി ആണെങ്കിലും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന സങ്കടങ്ങൾ പോലെ തന്നെ എനിക്കും കൊച്ചു കൊച്ചു സങ്കടങ്ങളും വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ അറൌണ്ട് മീ. ഇപ്പൊ ഞാൻ ഡൽഹിയിലൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ ചോദിക്കും, എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ചോദിക്കും, എന്താ പറ്റിയ, എന്താ കരയുന്ന, അല്ലെങ്കിൽ വാട്ട്സ് ഇറ്റ് എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആൾക്കാര് ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഐ തിങ്ക് എവിടെയും സ്റ്റക്ക് ആകാതെ കീപ് മൂവ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാം.
എന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഈസ് ദ മെസ്സേജ് ടു മൈ യങ്ങർ സെൽഫ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അറ്റ് സം പോയിന്റ് ഒരു ടീച്ചർ ആവാനായിരുന്നു. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ. പിന്നെ അത് ലോയറായി, കാരണം ഞാൻ നന്നായി സംസാരിക്കും, അതുകൊണ്ട് തന്നെ ഒരു വക്കീലായിക്കോ എന്നുള്ള ഒരു കമന്റ്സ് ഒക്കെ ഞാൻ കുറെ കേൾക്കലുണ്ട്. വക്കീലായില്ല, ഐ മീൻ അതിന് ആയില്ല എന്നല്ല, ഇനിയും വക്കീലാവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ലൈഫ് കടക്കല്ലേ, അറിയില്ല, ഇൻഷാല്ല അറിയില്ല. അപ്പോ ഒരു ആ സംഭവത്തിലൂടെ ഞാൻ പോയില്ല. ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിക്കുന്നത്. ഞാൻ അടുത്ത വർഷം കൂടി കംപ്ലീറ്റ് ആയാലും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു സ്ഥാനം വരും. അപ്പോ ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ല. പക്ഷെ ആ ഒരു ഫ്ലോയില് ലൈഫ് പോയി, എവിടെയും സ്റ്റെക്ക് ആയില്ല. സ്റ്റെക്ക് ആയിട്ടുണ്ട്, പക്ഷെ അവിടെ തന്നെ കുറെ കാലം സ്റ്റെക്കായി നിന്നില്ല. ഐ സർവൈവ്ഡ് വിത്ത് ദ പീപ്പിൾ, വിത്ത് എവ്രി വൺ അറൌണ്ട് മീ. ഐ സർവൈവ്ഡ് ആൻഡ് ഐ എം ഹിയർ കംപ്ലീറ്റിംഗ് മൈ 22 years ഓഫ് മൈ ലൈഫ്. പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാല്, എനിക്ക് 22 കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ടൈം, ദിസ് പോയിന്റില് ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. ഞാൻ ഒരിക്കലും ഡൽഹിയിൽ വന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇത്ര മനുഷ്യന്മാരെ പരിചയപ്പെടുക, ആ ഒരു എക്സ്പോഷർ, കൾച്ചറൽ എക്സ്പോഷർ, കുറെ യാത്രകൾ ചെയ്യുന്നു, ഇതൊന്നും ഞാൻ ഒരിക്കലും, ഇത് ആഗ്രഹിച്ച കാര്യങ്ങളാണ്, പക്ഷെ ഞാൻ ഇതൊക്കെ നടക്കുന്നു ഞാൻ ഐ ഡിഡ്ന്റ് തിങ്ക്, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. ഇറ്റ് ഹാപ്പൻഡ് മോർ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ ആൻഡ് എക്സൈറ്റിംഗ് ദാൻ ഐ തോട്ട്. ഒരു ഇംപെർഫെക്ഷൻസ് കൂടി ഉള്ളത്, അതും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണല്ലോ ലൈഫ്. അപ്പോൾ ഈ ഒരു ഇംപെർഫെക്ഷൻസും കൂടി ഒരു ഭംഗിയായി തുടങ്ങി എന്നുള്ളതാണ്. ഐ ഓൾവേസ് വാണ്ട് ടു ബി സംവൺ ബെറ്റർ, നോട്ട് ലൈക്ക് സംവൺ എൽസ്. വേറെ ആരെയോ പോലെ ബെറ്റർ ആവണം എന്നുള്ളതല്ല. ഇന്നലത്തെ എന്നെക്കാളും നാളത്തെ ഞാൻ ഒന്നും കൂടി ബെറ്റർ ആയി ഗ്രോ ചെയ്ത് മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് അങ്ങനെ വരണമെന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന, ആത്മാർത്ഥമായി എഫേർട്ട്ഫുള്ളി കോൺഷ്യസ്ലി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. കഴിഞ്ഞ ഒരു വർഷം, അതായത് എന്റെ 21 വയസ്സ് ടു ഈ ഒരു 22 വയസ്സുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന വ്യക്തിയല്ല ഇപ്പൊ ഞാൻ. എനിക്ക് കുറെ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറെ. അത് എന്താ പറയാ, ഞാന് എന്റെ നാട്ടിൽ നിന്ന് വേറൊരു നഗരത്തിലോട്ട് വരുന്നു, അവിടെ വന്ന് പഠിക്കുന്നു. ഞാൻ ഈ വർഷം എനിക്ക് തോന്നുന്നു എന്നിൽ ഉണ്ടായിരുന്ന ഒരു ചേഞ്ചസ് ഞാൻ മേജറായിട്ട് മനസ്സിലാക്കിയത്, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ച്. വീട്ടിലുണ്ടാവുമ്പോൾ ഉമ്മ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാക്കല്. അപ്പൊ ഇവിടെ വന്ന് കുക്കിംഗ് കുറച്ച് പഠിച്ച്, കൂട്ടാൻ ഉണ്ടാക്കാനും അരിയിടാനും ആ കാര്യങ്ങള്, ചായയൊക്കെ ഇങ്ങനെ വെറുതെ ഇപ്പൊ വെക്കാന്, രാവിലെ എണീച്ചിട്ട് ചായ വെക്കുന്നു, ആ സാധനം നമ്മൾ വീട്ടിലങ്ങനെ ഇതാക്കലില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. തോട്ട് പ്രോസസ് വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ചിന്തകളൊന്നും അല്ല, കാരണം നമ്മൾ വലിയ മനുഷ്യന്മാരുമായിട്ട് മല്ലിടുമ്പോൾ അവരുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങിലോട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അങ്ങനെ എത്തും. പിന്നെ ഡ്രീംസ് ഒക്കെ കുറച്ചും കൂടി വലുതായി. പിന്നെ എത്തിപ്പെടേണ്ട ഇടങ്ങളും എത്തേണ്ട ഇടങ്ങളും എല്ലാം അതിന്റെ ഇതൊക്കെ കുറച്ചും കൂടി ഹൈ ആയിട്ട് വന്നു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത് കുഞ്ഞു കാര്യങ്ങളാണ്. ഇറ്റ്സ് ഓൾവേസ് ദ സ്മോൾ തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി, and also the small things that makes me hurt or makes me cry, makes me sad. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് എനിക്ക് ഒരാളൊരു ഇവിടെ ജാമ്യയിലേക്ക് ഇരിക്കുമ്പോൾ വിന്റർ കഴിഞ്ഞ് സമ്മറിലോട്ടുള്ളൊരു ട്രാൻസിഷൻ, ആ ഒരു പീരീഡ് ഉണ്ടാവില്ലേ, അപ്പൊ ഇങ്ങനെ കുറെ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് എനിക്കിങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് തന്നു വെച്ചാൽ ഐ വാസ് വെരി ഹാപ്പി. എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു മെറ്റീരിയൽ വാല്യൂ ഉള്ളതല്ല, അവരെടുത്ത ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു ടൈം, അല്ലെങ്കിൽ അവൻ്റെ ഒരു തോട്ട് ടു ഗിവ് മീ സംതിങ് ദാറ്റ് മെയ്ഡ് മീ റിയലി ഹാപ്പി. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെട്ടത് അത് ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ, ബിഫോർ ദിസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ ഇരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച ആൾക്കാര്, ഒരു ബാക്ക് സ്റ്റാബ്, അതായത് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച് പിന്നെ മാറി നിന്ന് കുറ്റം പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ നമ്മളോട് തന്നെ പറയാതെ മറ്റൊരാളോട് പോയി ഒരു കൂട്ടത്തിൽ പറഞ്ഞ് ചിരിച്ച് രസിക്കുന്ന ആ ടൈപ്പ് ഓഫ് പീപ്പിൾ, ഐ ഡോണ്ട് ട്രസ്റ്റ് ദം. പിന്നെ ഞാൻ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാറില്ല. അത്
അത് നല്ലത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആരെ നമ്മളെ വിശ്വസിക്കുക, നോക്കി ശ്രദ്ധിച്ച് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. വ്ലോഗ് ഏകദേശം അവസാനിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നൊരു വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം ഇംപെർഫെക്ഷൻസ് ഉള്ള, ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് അല്ല, കുറേ അധികം കുറ്റവും കുറവുകളും ഒക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ഇന്നലേക്കാളും നാളെ ബെറ്ററായി വരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സംഭവം. കുറെ ആൾക്കാരൊക്കെ വന്ന് എന്നിൽ നേരിട്ട് എന്ന് പറയലുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റണം കേട്ടോ, ഇന്ന കാര്യങ്ങൾ മാറ്റിയാൽ കൊള്ളായിരിക്കും. ഇപ്പൊ ഞാൻ എന്തൊരു ബ്ലോഗ് ഇട്ടാലും അവർ വന്ന് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര കാര്യമാണ്. അത് ഞാൻ വളരെ സീരിയസ് ആയി എടുത്ത് അത് തിരുത്താറുമുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു 3:30 ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വിശക്കുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയാണ്, ജുമാനയും അൽമാസ്തയും എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേ ഒരു നല്ലൊരു ബിരിയാണി ആയിട്ടായിരിക്കും. ഒരു ഡെലീഷ്യസ്, രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ ഫുഡില്ല, ഉച്ചയേ അല്ല, ഒരു വൈകുന്നേരം ആയിരിക്കും ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങനെ. സോ ഞാൻ ഇത്രയൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് തന്നെ അറിയില്ല, കംപ്ലീറ്റ്ലി അൺസ്ക്രിപ്റ്റഡ് ആണ്. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ചുരുക്കി പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്, ആൻഡ് ഷോർലി ഐ എം വെയിറ്റിംഗ് ഫോർ ടുമോറോ, better tomorrow. Thank you for watching Just Kashi.